ഹലോ ഡിയസ്, അങ്ങനെ ഫൈനലി നാളെ നിങ്ങൾ നീറ്റ് എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്ക്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക് കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പം അതിനകത്തെ നിങ്ങൾ കേൾക്കുമ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ്. എന്താണ് അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇതുവരെ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും, മോക്ക് എക്സാമുകളായിട്ടും ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതുപോലെ ഒന്നുമല്ല, ഇത് ഫൈനൽ എക്സാം ആകുമ്പോൾ അതിൻ്റെതായ ഒരു, നമ്മൾ എത്ര പറഞ്ഞാലും അതിൻ്റെതായ ഒരു സ്ട്രെസ്, ടെൻഷൻ കാര്യങ്ങൾ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ എന്തായാലും ഉണ്ടാകും. അപ്പം ഇനീഷ്യൽ ഫേസിൽ നിങ്ങളിപ്പം പലരും പല സബ്ജക്ട് വെച്ചായിരിക്കും തുടങ്ങുന്നത്. ചിലർ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ പോകുന്നവരുണ്ടാവും. ഒരുപാട് പേര്, ചിലർ ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ ഉണ്ടാകും. കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് വെച്ച്, സബ്ജക്ട് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിനകത്ത് ഒരിക്കലും നിങ്ങൾ ഇനീഷ്യൽ ഫേസിൽ 5 to ആ ഒരു ആദ്യത്തെ 5, 10, 15 മിനിറ്റോളം ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു എക്സാമിന്റെ ആ ഒരു ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ഇപ്പം ലെങ്തി ക്വസ്റ്റ്യൻ വായിക്കാൻ പോയാൽ, അല്ലെങ്കിൽ മാത്സ് ഫോളോയിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും അതിനകത്തെ കുറച്ചുകൂടി ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനുകളൊക്കെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ഫേസിൽ അങ്ങനെയാണ്, നമ്മുടെ ബ്രെയിൻ അതിനകത്തെ ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാര്യങ്ങൾ വായിക്കാനും ഫോക്കസ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ സമയനഷ്ടം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വായിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ 1 by 1 അല്ല നിങ്ങൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഏറ്റവും എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനുകൾ ഒരുപാടുണ്ടാകും. അപ്പൊ അത് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ആ ഒരു ബയോളജി ആണ് ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബയോളജിയിൽ ഒരുപാട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അത് നിങ്ങൾ ഫസ്റ്റ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു 10, 15, 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ ആ ഒരു എക്സാമിന്റെ ആ ഒരു ഫേസിലോട്ട് അതിലോട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്, ടെൻഷൻ ഒന്നും അതിനകത്ത് തോന്നില്ലെങ്കിൽ ഫാസ്റ്റ് ആയി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബ്രെയിൻ അതിനകത്ത് അഡാപ്റ്റ് ആവും. നിങ്ങൾക്ക് വായിക്കുന്നതൊക്കെ ഫോക്കസ് ആയിട്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പം ബയോളജിയിൽ ഫസ്റ്റ് നിങ്ങളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുകൾ, പെട്ടെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞാൽ പിന്നെ 2ാം റൗണ്ട് വീണ്ടും ബയോളജിക്ക് വരാമല്ലോ. അതായത് നിങ്ങൾ ഫിസിക്സ് മറ്റ് സബ്ജക്റ്റുകളിൽ പോകുന്നതിന് മുന്നേ തന്നെ ബയോളജി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യം തീർത്ത് പിന്നെ 2ാമത്തെ റൗണ്ടിൽ ബയോളജിയിൽ നിങ്ങൾ കുറച്ച് ആലോചിക്കേണ്ടതുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് വലിയ രീതിയിൽ നിങ്ങളുടെ സ്കോർ അതിനകത്ത് മാറ്റം വരും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യനുകൾ മാത്രം പെട്ടെന്ന് നിങ്ങൾ ബബിൾ ചെയ്യുമ്പോൾ അതിനകത്ത്, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ബബിൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറെ ക്വസ്റ്റ്യനുകൾ മിസ്സായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ബബിൾ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നമ്പർ മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒരു നമ്പർ ഉണ്ടാവും, 1-ന് 1, 2-ന്, അങ്ങനെ നിങ്ങൾ നമ്പർ നോക്കുക. 1-ന് 1 എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ OMR പോവാം. അപ്പൊ അവിടെയും 1-ന് 1, അപ്പൊ അവിടെ നിങ്ങൾ തെറ്റൂല. ഇനി അടുത്തത് 2 സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, 3-ന് 2 ആണ് ആൻസർ എങ്കിൽ 3-ന് 2 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം OMR പോകാൻ. 3-ന് 2, അവിടെയും 3-ന് 2 ബബിൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഇനി റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻഹലേഷൻ ടെക്നിക്ക് എന്നാണ് ഈ ഒരു സംഭവം പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കാത്തവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിനകത്ത് കേൾക്കുക. നമ്മൾ 2 വട്ടം ശ്വാസം എടുക്കുക ലങ്സിലോട്ട്, എന്ന് വെച്ചാൽ 2 തവണ എടുക്കില്ല, ഒരു തവണ തന്നെ. അപ്പൊ ഞാൻ കണ്ടില്ലേ, ഒരു തവണ എടുത്തു, പിന്നെ അത് നിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി നല്ലോണം ശ്വാസം വലിച്ചു. അപ്പൊ ലങ്സ് മാക്സിമം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് ന്യൂറോളജിസ്റ്റുകൾ ഇതിനെ ഈ ഒരു ടെക്നിക്കുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഒരു ടെക്നിക്ക് അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ലങ്സ് അതിനകത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ലോലി അതിനകത്ത് എന്ത് ചെയ്യാം, കുറച്ച് നേരം ആ ഒരു ബ്രീത്ത് പിടിച്ച് വെച്ചിട്ട് പിന്നെ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സൈൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങുക. നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കം കോംപ്രമൈസ് ചെയ്തിട്ട് ഒരു, കാരണം ഫിസിക്സ് എല്ലാം ചിന്തിക്കേണ്ടതാണ്. ബ്രെയിന് ഒരുപാട് ടൈം എടുക്കും, ടൈം മാനേജ്മെന്റ് ഒക്കെ കുളമാകും. അപ്പൊ അതുകൊണ്ട് ഉറക്കം നിങ്ങൾ ഒഴിവാക്കേണ്ട. ഉറക്കം ഒഴിച്ചൊരു പഠനം നീറ്റിനില്ല എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നീറ്റിന്റെ തലേദിവസം അടിപൊളിയായിട്ട് ഉറങ്ങുക. നാളെ രാവിലെ നിങ്ങൾ എണീറ്റ് നിങ്ങൾ എക്സാം സെന്റർ, അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ അതിനകത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും സെന്ററിന്റെ അഡ്രസ് അടക്കം നോക്കിയിട്ട് കൃത്യമായ സ്കൂൾ, കാരണം ഒരു ഏരിയയിൽ 2 പേരുകൾ ഉള്ളതൊക്കെ വരാം. നിങ്ങൾ അവസാന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴായിരിക്കും അറിയുന്നത് ഇതെല്ലാം സ്കൂൾ മറ്റതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേര്, അഡ്രസ് എല്ലാം വ്യക്തമായി നോക്കി വെക്കുക. കൃത്യമായി ട്രാഫിക് കാര്യങ്ങൾ, ബ്ലോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു 11 ആകുമ്പോഴേക്ക് എത്തുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. പിന്നെ അതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യുക. അപ്പം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.